പറയുന്നത്. ചില ആൾക്കാർ ഈ പ്രവചന സ്വഭാവമുള്ള ചില കാര്യങ്ങൾ പറയും. ചിലക്ക് ടെലിപ്പതി ഉണ്ടെന്നൊക്കെ നമ്മുടെ ആൾക്കാർ വിശ്വസിക്കും. ചില വരാൻ പോകുന്ന അപകടങ്ങൾ ചില നേരിട്ട് സൂചിപ്പിച്ചു എന്ന് വരും. അങ്ങനെ ഒരു സംഭവം ഈ വെള്ളാർമലയിലുണ്ടായി. വെള്ളാർമലയിൽ ദുരന്തം അരങ്ങേറാൻ പോകുന്നുവെന്ന് സ്കൂൾ മാഗസിനിൽ ഒരു 9ാം ക്ലാസ്സുകാരി കഥ എഴുതി. ലയയാണ് ഇത്തരമൊരു കഥ എഴുതി. ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടത് ഈ ലയയ്ക്ക് ഇപ്പോൾ അച്ഛനെയാണ്. വെള്ളാരങ്കല്ലുകൾ എന്ന കഥയിലായിരുന്നു ഈ മഹാദുരന്തം മുൻകൂട്ടി പ്രവചിച്ചുള്ള അവളുടെ കഥ. ഈ കഥയിൽ ഇല്ലാതിരുന്ന ഭീതിതമായ യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഈ കൊച്ചുമിടുക്കി ഇപ്പോൾ പകച്ചു നിൽക്കുന്നു. വെള്ളാർമല സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ലയ ലിറ്റിൽ കൈറ്റ്സ് പ്രസിദ്ധപ്പെടുത്തിയ സ്കൂൾ മാഗസിനിൽ വെള്ളാരം കല്ലുകൾ എന്ന കഥ എഴുതുന്നത്. കഥാപാത്രങ്ങളായ അനശ്വരയും അലങ്കൃതയും വെള്ളാർമലയിലെ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ എത്തുന്നതാണ് കഥാംശം. അവിടെ പറന്നെത്തിയ ഒരു കിളി ആ കൂട്ടുകാരോട് പറഞ്ഞു, ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടോ കുട്ടികളെ, ഇവിടെ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇവിടെ നിന്ന് ഓടിപ്പോയിക്കൊള്ളൂ. കിളി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും കുട്ടികൾ ഓടി. തിരഞ്ഞെത്തിയ മാതാപിതാക്കളെ കാണുകയും കുട്ടികളെ അച്ഛനമ്മമാർ വാരിപ്പുണരുകയും ചെയ്തു. തിരിഞ്ഞു നോക്കിയപ്പോൾ മലമുകളിൽ മഴവെള്ളം ഒലിച്ചിറങ്ങുന്നതും പാറമുകളിലെത്തിയ കിളി ഒരു പെൺകുട്ടിയായി മാറുന്നതുമാണ് കുട്ടികൾ കണ്ടത്. പണ്ടാ വെള്ളച്ചാട്ടത്തിൽ വീണു മരിച്ച അമൃത എന്ന പെൺകുട്ടിയാണ് ഒരു കിളിയായി വന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാണ് കഥ അവസാനിക്കുന്നത്. കഥയിലെ ആശങ്ക യാഥാർത്ഥ്യമായതുപോലെ വെള്ളാർമല സ്കൂൾ ഉൾപ്പെടെ 2 ഗ്രാമങ്ങളെ ഉരുൾ വിഴുങ്ങി. വലിയ ആപത്തുണ്ടായി. ലയയ്ക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം പിതാവ് ലെനിനെ. കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ ലിറ്റിൽ കൈറ്റിൻ്റെ മാഗസിൻ ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോൾ മാഗസിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി ലിറ്റിൽ കൈറ്റിലുള്ളൊരു കുട്ടിയല്ല, ലയ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ചെയ്തത്. പക്ഷേ കുട്ടി അതിനകത്ത് ഒരു കുരുവി വന്നിട്ട് പറയുന്നൊരു കഥയായിട്ടാണ് എനിക്ക് തിരിച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പൊയ്ക്കോളൂ, ഈ നദി നിങ്ങളെ കവർന്നെടുക്കും, അങ്ങനെ കുട്ടി പറയുന്നതിനകത്ത്. അപ്പോൾ എന്നിട്ട് ആ കുരുവി പറന്നു പോകുന്നു. ആ കുരുവി മുൻപ് ഉള്ള ഒരു ആരോ ഒരാൾ ജന്മമെടുത്ത് ഒരു കുട്ടി ഓടി വരുന്ന അതിനകത്ത് അത് കഥയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ആ കുട്ടിയെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് കുരുവി പറന്നു പോയി എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയൊരു സങ്കടാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ അച്ഛൻ ഈ ദുരന്തത്തിൽ പോയി എന്നുള്ളതാണ്, ലെനിനേട്ടൻ. അത് മിസ്സായി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടാവസ്ഥ. ചൂരൽമലയിലെ വീട്ടിൽ അമ്മയ്ക്കും അച്ഛനുമൊപ്പം കിടന്നുറങ്ങുകയായിരുന്നു ലയ. വീടിന്റെ കതകു തകർത്തെത്തിയ മലവെള്ളപ്പാച്ചിലിൽ നിന്ന് രക്ഷിച്ച് ലയയെയും അമ്മയെയും വീടിന്റെ 2ാം നിലയിൽ ലെനിൻ എത്തിച്ചു. പക്ഷേ ലയയുടെ കൺമുന്നിൽ പിതാവിനെ മലവെള്ളം കൊണ്ടുപോയി. ആ ഞെട്ടലിൽ നിന്ന് കൊച്ചു ലയ ഇനിയും മുക്തയായിട്ടില്ല. ബന്ധുവീട്ടിലാണ് ഇപ്പോൾ ലയമോൾ. സംസ്കൃത ഭാഷാ പഠനമില്ലാത്തതിനാൽ വെള്ളാർമലയിൽ നിന്ന് മേപ്പാടി സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയിരുന്നു ലയ ഇക്കൊല്ലം. അലക്സ് റാം മുഹമ്മദ്, 24, വയനാട്.